My dear students, welcome to our geography class. കഴിഞ്ഞ ദിവസം ഒരു പുതിയ ചാപ്റ്റർ നമ്മൾ ആരംഭിച്ചു അല്ലേ? ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് ദ വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി എന്ന പാഠഭാഗം. സോ ആ പാഠഭാഗത്തില് നമ്മൾ ഈ ഒരു ലെസണിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആവശ്യമായ ചെറിയ ചെറിയ കുറെ ടേംസ് പഠിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം നിർത്തിയത്. ഐസോബാർസിനെ കുറിച്ച് പഠിച്ചു അല്ലേ? അവസാനമായിട്ട് വിൻഡ്, കാറ്റ് എന്താണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ക്ലാസ് അവസാനിപ്പിച്ചത്. സോ ഇന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഭാഗത്തിന്റെ പേരെന്ന് പറയുന്നത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്നാണ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ. ഗ്ലോബൽ അല്ലേ? ഗ്ലോബ് അല്ലേ? ഭൂമിയുമായി ബന്ധപ്പെട്ടത്. അതായത് നമ്മൾ മുൻ വർഷങ്ങളിൽ അല്ല എങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററില് ലാറ്റിറ്റ്യൂഡ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണ് എന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ചില ലാറ്റിറ്റ്യൂഡുകൾക്കിടയില് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം ഈക്വൽ ആണ്. ചില ലാറ്റിറ്റ്യൂഡുകൾക്കിടയിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം ഈക്വൽ ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമിയുടെ സർഫേസിനെ വിവിധ ബെൽറ്റുകളാക്കിയിട്ട് അല്ലെങ്കിൽ വിവിധ സോണുകളാക്കി തിരിച്ചിരിക്കുന്നു. ആ പാർട്ടുകളെ അല്ലെങ്കിൽ ആ ബെൽറ്റുകളെ അല്ലെങ്കിൽ ആ സോണുകളെ പറയുന്ന പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ചില ലാറ്റിറ്റ്യൂഡുകൾക്കിടയിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ ഏറെക്കുറെ എന്താണ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എർത്തിന്റെ സർഫേസിനെ എന്ത് ചെയ്തിരിക്കുന്നു? വിവിധ പാർട്ടുകളാക്കി തിരിച്ചിരിക്കുന്നു. ആ പാർട്ടുകളെ അല്ലെങ്കിൽ ആ ഏരിയകളെ പറയുന്ന പേരാണ് എന്ത്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ദ അറ്റ്മോസ്ഫറിക് പ്രഷർ മോർ ഓർ ലെസ് സെയിം ബിറ്റ്വീൻ certain latitudes. Atmospheric pressure is same between certain latitudes. ചില ലാറ്റിറ്റ്യൂഡുകൾക്കിടയിൽ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് സെയിം ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ബേസ്ഡ് ഓൺ ദിസ് the earth's surface is divided into different parts called pressure belts, global pressure belts. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ എർത്തിന്റെ സർഫേസിനെ വിവിധ പാർട്ടുകളാക്കി തിരിച്ചു. ആ പാർട്ടുകളെ പറയുന്ന പേരാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഏതൊക്കെയാണ് ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് ബോർഡിൽ നോക്കിയാൽ കാണാം അല്ലെ? ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കൂ. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ 4 പേര് നമ്മൾ പഠിച്ചാൽ മതി. അതിന്റെ നെയിം 4 പക്ഷെ അത് നോർത്തേൺ ഹെമിസ്ഫിയറിലും വരുന്നുണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും വരുന്നുണ്ട് എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കണം. സോ ഫസ്റ്റ് നമ്മുടെ ഇക്വേറ്ററുമായി ബന്ധപ്പെട്ട് ഇക്വേറ്ററിന്റെ അടുത്ത കിടക്കുന്ന പ്രഷർ ബെൽറ്റിന്റെ പേരെന്താ നോക്കിക്കേ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതിന്റെ അടുത്തുള്ളതോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അതിന്റെയും അടുത്തുള്ളതോ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. പിന്നെയുള്ളതോ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഏതൊക്കെയാണ് അപ്പോൾ 4 പ്രഷർ ബെൽറ്റുകൾ? ഏതൊക്കെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. 4. ഈ 4 പേര് നിങ്ങൾ പഠിക്കണം. മാത്രമല്ല ഭൂമിയുടെ ഒരു രൂപം വരച്ച് അതിൽ ഇത് കൃത്യമായിട്ട് അതിന്റെ മെഷറോട് കൂടി എത്ര ഡിഗ്രിയിലാണെന്ന് നോക്കിക്കേ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് 0 ഡിഗ്രിയാണ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. ഒരു 30 ഡിഗ്രി ഗ്യാപ്പിലാണുള്ളത് അല്ലെ? അത് നോർത്തിലുണ്ട്, സൗത്തിലുണ്ട്. നിങ്ങൾ കണ്ടു. ഇവിടെ നമ്മൾ ഇവയുടെ പേര് പഠിക്കുന്നതോടൊപ്പം ഇവയിൽ ഓരോ പ്രഷർ ബെൽറ്റ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇക്വറ്റോറിയൽ റീജിയനിൽ എങ്ങനെയാണ് ലോ പ്രഷർ വന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ റീജിയനിൽ എങ്ങനെയാണ് ഹൈ പ്രഷർ വന്നത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ റീജിയനിൽ എങ്ങനെയാണ് ലോ പ്രഷർ വന്നത്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്, പോളാർ റീജിയനിൽ എങ്ങനെയാണ് ഹൈ പ്രഷർ വന്നത് എന്ന് സെപ്പറേറ്റ് നമ്മൾ എടുത്തു പഠിക്കേണ്ടതുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും.
സോ നമുക്ക് ആദ്യം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് പഠിക്കാം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിന്റെ അടുത്തായിട്ട് കിടക്കുന്ന പ്രദേശമാണ്. സോ ഇക്വേറ്ററിന്റെ 5 ഡിഗ്രി നോർത്തിലും 5 ഡിഗ്രി സൗത്തിലുമായിട്ടാണ് ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ 5 ഡിഗ്രി നോർത്തിന്റെയും 5 ഡിഗ്രി സൗത്തിന്റെയും ഇടയിലാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇവിടെ ലോ പ്രഷർ ആയത് എന്നുള്ളതാണ്. ഇക്വേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വർഷം മുഴുവൻ സൂര്യന്റെ സോളാർ എനർജി അല്ലെങ്കിൽ സൺറൈസ് എന്ന് പറയുന്നത് വെർട്ടിക്കലി നേരിട്ട് പതിക്കുന്ന പ്രദേശമാണിത്. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെ ചൂട് കൂടുതലായിരിക്കും. ഇവിടുത്തെ വായു പെട്ടെന്ന് ചൂടാകും, ചൂടായ വായുവായിരിക്കും. വായുവിന്റെ ചൂട് കൂടുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് കുറഞ്ഞു? പ്രഷർ കുറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. സൂര്യന്റെ ചൂടേറ്റ് ഇവിടെയുള്ള ടെമ്പറേച്ചർ കൂടുമ്പോൾ എയറിന്റെ പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞ എയർ മുകളിലോട്ട് പോകും അല്ലെ? ടെമ്പറേച്ചർ കൂടി, പ്രഷർ കുറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ലോ പ്രഷർ റീജിയൻ ആയത്. ആ പ്രഷർ കുറഞ്ഞ വായു മുകളിലോട്ട് പോകും, അതുകൊണ്ട് ഇവിടെ ലോ പ്രഷർ അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയൻ, ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ റീജിയൻ വേർ the sun's rays fall vertically throughout the year. This is the region where sun rays falls vertically throughout the year. വർഷം മുഴുവൻ സൺറൈസ് വെർട്ടിക്കലായിട്ട് വീഴുന്ന, പതിക്കുന്ന റീജിയൻ ആണിത്. So the air of this region heated and expanded and rises up. അപ്പോഴെന്ത് ചെയ്യുന്നു? ഇവിടെയുള്ള എയർ ഹീറ്റ്, അത് ചൂടാകുന്നു. എക്സ്പാൻഡഡ്, അത് വികസിക്കുന്നു. ആൻഡ് റൈസസ് അപ്പ്, അത് മുകളിലോട്ട് ഉയരുന്നു. സോ ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ദേർ. അതുകൊണ്ട് അവിടെ എന്താ അനുഭവപ്പെടുന്നു? ലോ പ്രഷർ അനുഭവപ്പെടുന്നു. മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇവിടെ ലോ പ്രഷർ അനുഭവപ്പെടുന്നത് എന്ന്? മാത്രമല്ല, ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയണിന് മറ്റൊരു പേര് കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? ആ പേരാണ് ഡോൾഡ്രം. ഡോൾഡ്രം ഡോൾഡ്രം എന്ന പദത്തിന്റെ അർത്ഥം ഏരിയ വിത്ത് നോ വിൻഡ്സ്, സോൺ വിത്ത് നോ വിൻഡ്സ്, കാറ്റില്ലാത്ത ഏരിയ, കാറ്റില്ലാത്ത സ്ഥലം എന്നാണ് ഡോൾഡ്രമിന്റെ മീനിങ്. ഡോൾഡ്രം എന്നതും ഇക്വറ്റോറിയൽ ലോ പ്രഷർ റീജിയന്റെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെയുള്ള എയർ ചൂടായി മുകളിലോട്ട് ഉയരുന്നത് കൊണ്ട് ഇവിടെയുള്ള കാറ്റിന് ശക്തി കുറവായിരിക്കും. കാറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വീശുക അല്ലെ, ഹോറിസോണ്ടൽ ആണ്. പക്ഷെ ഇവിടെയുള്ള എയർ മുകളിലോട്ടാ പോകുന്നത് ചൂടായി, അതുകൊണ്ട് ഇവിടെയുള്ള കാറ്റിന് എന്തായിരിക്കും? ശക്തി കുറവായിരിക്കും. അങ്ങനെ കാറ്റിന് ശക്തി കുറവുള്ള ഏരിയ എന്ന അർത്ഥത്തിൽ ഇതിനെ ഡോൾഡ്രം എന്ന് വിളിക്കുന്നു. സോ ഇവിടെ നമ്മൾ പഠിക്കേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, as the air of this zone is rises, so the wind of this region is very weak. The air of this region is rises. ഇവിടെയുള്ള എയർ എന്ന് പറയുന്നത് ഉയർന്നു പൊങ്ങുന്നു. So the wind of this region is weak. അതുകൊണ്ട് ഇവിടുത്തെ വിൻഡ് എന്ന് പറയുന്നത് വീക്ക് ആണ്. So this region is also known as doldrum. അതുകൊണ്ട് ഈ പ്രദേശത്ത് എന്തറിയപ്പെടുന്നു? ഡോൾഡ്രം എന്നറിയപ്പെടുന്നു. ദ മീനിങ് ഓഫ് ദി വേർഡ് ഡോൾഡ്രം ഈസ് ദ സോൺ വിത്ത് നോ വിൻഡ്. ഡോൾഡ്രം എന്ന വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് നോ വിൻഡ്, കാറ്റില്ലാത്ത മേഖല, കാറ്റില്ലാത്ത ഏരിയ എന്നാണ്. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചേ. വി ആർ ഡിസ്കസിംഗ് അബൌട്ട് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതിനെ കുറിച്ച് പഠിക്കേണ്ട 3 പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ഈസ് ദ പൊസിഷൻ ഓഫ് ദിസ് റീജിയൻ ഈസ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ഇക്വേറ്റർ. ഈ ഒരു ഏരിയയുടെ, ഈ ഒരു സോണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5 ഡിഗ്രി നോർത്തിന്റെയും സൗത്തിന്റെയും ഇടയിലാണ്. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ സോൺ
where sunrise falls vertically throughout the year. വർഷം മുഴുവൻ സൺറൈസ് നേരിട്ട് പതിക്കുന്ന പ്രദേശമാണിത്. സോ ദ എയർ ഓഫ് ദിസ് റീജിയൻ ഹീറ്റഡ്, അതുകൊണ്ട് ഇവിടെയുള്ള എയർ എന്ന് പറയുന്നത് ചൂടാകുന്നു. ആൻഡ് റൈസസ് അപ്പ്, അതുകൊണ്ട് ഇത് മുകളിലോട്ട് പൊങ്ങുന്നു. സോ ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസർ ഹിയർ, അതുകൊണ്ട് ഇവിടെ ലോ പ്രഷർ അനുഭവപ്പെടുന്നു. ആൻഡ് ബിക്കോസ് ഓഫ് ദി റൈസിംഗ് ഓഫ് എർത്ത് ദ പവർ ഓഫ് വിൻഡ് ഈസ് വെരി വീക്ക് ഹിയർ. എയർ മുകളിലോട്ട് പോകുന്നത് കൊണ്ട് ഇവിടെയുള്ള വിൻഡ് വളരെ വീക്ക് ആയിരിക്കും. സോ ദിസ് റീജിയൻ ഈസ് നോൺ ആസ് ഡോൾഡ്രം, അതുകൊണ്ട് ഈ റീജിയൻ അറിയപ്പെടുന്ന പേരെന്താണ്? ഡോൾഡ്രം എന്നാണ്. ഡോൾഡ്രം എന്ന് പറഞ്ഞാൽ ദ സോൺ വിത്ത് നോ വിൻഡ്, കാറ്റില്ലാത്ത ഏരിയ എന്ന അർത്ഥത്തിൽ ഇത് അറിയപ്പെടുന്നത് ഡോൾഡ്രം എന്നാണ്. ഇത്രയും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 3 പോയിന്റ് നിങ്ങൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ഓക്കെ, രണ്ടാമത്തെ പ്രഷർ ബെൽറ്റ് ഏതാ? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അല്ലെ. 30 ഡിഗ്രി നോർത്ത് 30 ഡിഗ്രി സൗത്ത് പൊസിഷൻ നമ്മൾ കണ്ടു. സബ് ട്രോപ്പിക്കൽ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഹൈ പ്രഷർ അനുഭവപ്പെടുന്നത്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ അല്ലെ, സബ് ട്രോപ്പിക്കൽ പ്രദേശത്ത് എന്തുകൊണ്ട് ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു പഠിക്കേണ്ടതാണ്. അതായത് നമ്മൾ പറഞ്ഞില്ലേ, ഇക്വറ്റോറിയൽ ലോ പ്രഷറിലെ എയർ എന്ത് ചെയ്യുന്നു? ചൂടായി മുകളിലോട്ട് ഉയരും. മുകളിലോട്ട് ഉയരുന്ന വായു തണുക്കുമ്പോൾ അത് താഴോട്ട് ഇറങ്ങും. പക്ഷെ താഴോട്ട് ഇറങ്ങുന്ന എവിടേക്കാണ്? സബ് ട്രോപ്പിക്കൽ റീജിയണിലേക്കാണ്. അതുകൊണ്ടാണ് സബ് ട്രോപ്പിക്കൽ റീജിയണിൽ ഹൈ പ്രഷർ അനുഭവപ്പെടുന്നത്. എങ്ങനെയാണ്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ചൂട് പിടിച്ച് മുകളിലോട്ട് ഉയരുന്ന വായു തണുത്ത് സബ് ട്രോപ്പിക്കൽ റീജിയണിലേക്ക് ഇറങ്ങുന്നു. അതുകൊണ്ട് സബ് ട്രോപ്പിക്കൽ റീജിയനിൽ എന്ത് ചെയ്യുന്നു? ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. The hot air ascending from the equatorial low pressure belt cools down and descends to the subtropical belt. So high pressure experiences there. The hot wind ascends from the equatorial low pressure belt. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്നും ഉയർന്ന ഹോട്ട് വിൻഡ്, ചൂടുള്ള കാറ്റ് എന്ത് ചെയ്യുന്നു? കൂൾസ് ഡൗൺ, അത് തണുക്കുന്നു. ആൻഡ് ഡിസെൻസ്, എന്നിട്ട് താഴോട്ട് ഇറങ്ങുന്നു. ടു ദി സബ് ട്രോപ്പിക്കൽ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ബെൽറ്റിലേക്ക് ഇറങ്ങുന്നു. സോ ഹൈ പ്രഷർ എക്സ്പീരിയൻസസ് ദർ, അതുകൊണ്ട് അവിടെ എന്ത് അനുഭവപ്പെടുന്നു? ഹൈ പ്രഷർ അനുഭവപ്പെടുന്നു. നമുക്കറിയാം, ചൂട് തണുക്കുക എന്ന് പറയുമ്പോൾ ചൂട് കുറയുക എന്നാണ്. ചൂട് കുറയുമ്പോൾ പ്രഷർ കൂടും, ഹൈ പ്രഷർ കണ്ടോ. ചൂട് കൂടുമ്പോൾ പ്രഷർ കുറയും, ലോ പ്രഷർ. മനസ്സിലായല്ലോ ഇത് രണ്ടും? അവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിനെ കുറിച്ച് ഇത് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് അസെൻഡ് ചെയ്ത എയർ തണുത്ത് സബ് ട്രോപ്പിക്കൽ റീജിയനിലേക്ക് ഇറങ്ങും, അതുകൊണ്ട് ഹൈ പ്രഷർ അവിടെ അനുഭവപ്പെടും. ഇനി പഠിക്കാനുള്ളത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, 60 ഡിഗ്രി നോർത്ത് സൗത്ത് അല്ലെ. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് പരീക്ഷയ്ക്ക് പ്രത്യേകം എടുത്തു ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്. എന്തുകൊണ്ടാണ് സബ് പോളാർ ബെൽറ്റിൽ ലോ പ്രഷർ അനുഭവപ്പെടുന്നത് ചോദിക്കാൻ കാരണം എന്താ അറിയോ? പോളാർ റീജിയണിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണിത്. പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തണുപ്പുള്ള പ്രദേശമാണ്. തണുപ്പുള്ളത് എന്ന് പറഞ്ഞാൽ ചൂട് കുറവുള്ളത്, ചൂട് കുറയാന്ന് പറഞ്ഞാൽ പ്രഷർ കൂടുക എന്നാ. അപ്പൊ നല്ല ഹൈ പ്രഷർ ഉള്ള സ്ഥലമാണ് വേണ്ടതാണിത്. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് ലോ പ്രഷർ അനുഭവപ്പെടുന്നു എന്ന് ചോദിക്കും. പ്രത്യേകം ശരിക്കും ശ്രദ്ധിച്ചെങ്കിലേ പഠിക്കുള്ളൂ. കാരണം സബ് പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ പോളാർ റീജിയണിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടത്തെ വായുവിൽ തണുപ്പ് കൂടുതലായിരിക്കും. തണുത്ത വായു എന്ന് പറഞ്ഞാൽ മർദ്ദം കൂടുതലുള്ള വായുവാണ്, ഭൂമിയോട് ചേർന്നിരിക്കും. പക്ഷെ ഭൂമിയുടെ റൊട്ടേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് റൊട്ടേഷൻ. എന്താണ് റൊട്ടേഷൻ എന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. സ്പിന്നിങ് ഓഫ് എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. സോ ഭൂമിയുടെ റൊട്ടേഷൻ കാരണം എന്ത് ചെയ്യുന്നു? ഇവിടെ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന വായു ഭൂമിയിൽ നിന്ന് തെറിച്ചു പോകും. അങ്ങനെ അവിടെ ലോ പ്രഷർ അനുഭവപ്പെടും. മനസ്സിലായില്ല? ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്?
പോളാർ റീജിയണിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അല്ലെങ്കിൽ സബ് പോളാർ റീജിയൻ. പോളാർ റീജിയണിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വായുവിന് തണുപ്പ് കൂടുതലായിരിക്കും. തണുപ്പ് കൂടുതൽ എന്ന് പറഞ്ഞാൽ ചൂട് കുറവ്, അതായത് മർദ്ദം, പ്രഷർ കൂടുതലായിരിക്കും. പ്രഷർ കൂടുതലുള്ള അവിടുത്തെ എയർ ഭൂമിയോട് ചേർന്നിരിക്കും. പക്ഷേ ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ആ ഭാഗത്തെ ആ വായു, ആ എയർ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ത്രോൺ എവേ എന്നാ പറയാം, ഭൂമിയിൽ നിന്നും എറിയപ്പെടും, ചുഴറ്റി മാറ്റപ്പെടും. അങ്ങനെ അവിടെ എന്ത് ചെയ്യുന്നു? ലോ പ്രഷർ അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. സോ നോക്കാം, ദിസ് സോൺ ഈസ് വെരി ക്ലോസ് ടു ദി പോളാർ റീജിയൻ. So the air of this region is very cool. So the cold air is stay very close to the earth. But because of the rotation of the earth, this air is thrown away from the earth. ഒന്നുകൂടി പറയാം, subpolar low pressure region is very close to the polar region. So the air of this region is very cool. The cold air of this region lays very close to the earth. But because of the rotation of the earth, the air of this region thrown away. So low pressure is experienced here. അതായത് സബ്പോളാർ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയുന്നത് പോളാർ റീജിയണിന്റെ അടുത്താണ്. അതുകൊണ്ട് ഇവിടുത്തെ എയറിന് തണുപ്പ് കൂടുതലാണ്. ആ തണുത്ത വായു എന്ത് ചെയ്യുന്നു? ഭൂമിയോട് ചേർന്ന് കിടക്കുന്നു. പക്ഷെ ഭൂമിയുടെ റൊട്ടേഷൻ കാരണം ആ വായു ഭൂമിയിൽ നിന്ന് എറിയപ്പെടും, ത്രോണവേ, ചുഴറ്റി എറിയപ്പെടുന്നു. അത് കാരണം അവിടെ എന്ത് ചെയ്യുന്നു? ലോ പ്രഷർ അനുഭവപ്പെടുന്നു. Then the fourth one എന്ന് പറയുന്നത് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. എന്താ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്? ഒന്നും പഠിക്കാനില്ല. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി പോളാർ റീജിയൻ, വെരി കോൾഡ് റീജിയൻ. സോ ദ എയർ ഓഫ് ദിസ് റീജിയൻ ഓൾസോ വെരി കോൾഡ്, വെരി കൂൾ. സോ ഹൈ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ് ദർ. പോളാർ റീജിയൻ ആണ്, തണുത്ത പ്രദേശമാണ്, നമുക്കറിയാം. അതുകൊണ്ട് അവിടുത്തെ എയറും എന്താണ്? തണുത്ത എയർ ആണ്. അതുകൊണ്ട് അവിടെ ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക. തണുപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ ചൂട് കുറയുക, പ്രഷർ കൂടുക. അപ്പൊ അവിടെ ഹൈ പ്രഷർ ആയിരിക്കും അനുഭവപ്പെടുക. അത് പ്രത്യേകം പഠിക്കേണ്ടതില്ല, മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. ഓക്കെ, സോ ദീസ് ആർ ദി 4 പ്രഷർ ബെൽറ്റ്: ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. സോ ഇവ 4 നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നമ്മൾ പഠിക്കേണ്ടത്, ഇനി നമ്മൾ വിൻഡിലേക്കാണ്, കാറ്റിലേക്കാണ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാറ്റ് എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തന്നതാണ് എൻ്റെ ഓർമ്മ. ഒന്നുകൂടി പറയുകയാണ്, എന്താണ് വിൻഡ്, എന്താണ് കാറ്റ് എന്ന് പറയുന്നത്? ഹോറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ സോൺ ടു ദി ലോ പ്രഷർ സോൺ, അല്ലെ? ഹൈ പ്രഷർ സോണിൽ നിന്ന്, പ്രഷർ കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് പ്രഷർ കുറവുള്ള സ്ഥലത്തേക്ക് കാറ്റിന്റെ ഹോറിസോണ്ടൽ, അല്ലെ, കാറ്റിന്റെ ഹോറിസോണ്ടൽ മൂവ്മെന്റിനെയാണ് എന്ത് പറയാ? വിൻഡ് എന്ന് പറയാം. ഓക്കെ, വായുവിന്റെ ഹോറിസോണ്ടൽ മൂവ്മെന്റിനെയാണ് എന്ത് പറയാ? വിൻഡ് എന്ന് പറയാ. വിൻഡ് ഈസ് ദ ഹോറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. ഹൈ പ്രഷർ റീജിയനിൽ നിന്ന് ലോ പ്രഷർ റീജിയനിലേക്കുള്ള വായുവിന്റെ മൂവ്മെന്റ്, അതിനെയാണ് വിൻഡ് എന്ന് പറയാം. സോ ഇവിടെ വിൻഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്. കാറ്റുകളുടെ സ്പീഡിനെയും കാറ്റുകളുടെ ഡയറക്ഷനെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ വിൻഡ്. കാറ്റിന്റെ സ്പീഡ് നമുക്കറിയാം, പലപ്പോഴും കാറ്റ് ഒരേ സ്പീഡിലല്ല. ചിലപ്പോൾ നമ്മൾ വളരെ സ്മൂത്തായ കാറ്റ് കിട്ടും, ചിലപ്പോൾ കൊടുങ്കാറ്റായിരിക്കും. ആൻഡ് ദ ഡയറക്ഷൻ, കാറ്റ് എല്ലായ്പ്പോഴും ഒരേ ഡയറക്ഷനിൽ നിന്നുമല്ല വീശുന്നത്. സോ കാറ്റിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും അഫക്റ്റ് ചെയ്യുന്ന, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്ന് നമ്മൾ അടുത്ത് പഠിക്കേണ്ടത്.
3 പോയിന്റിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. പ്രഷർ ഗ്രാഡിയന്റ്, കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ഏതൊക്കെയാണ്? പ്രഷർ ഗ്രാഡിയന്റ്, കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ഏതൊക്കെയാണ്? പ്രഷർ ഗ്രാഡിയന്റ്, കോറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ഈ 3 കുറിച്ച് കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവേണ്ടതുണ്ട്. അതിന് കുറച്ച് ടൈം എടുക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതുകൂടി വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ 3 ഫാക്ടേഴ്സിനെ കുറിച്ച്, പ്രഷർ ഗ്രാഡിയന്റ്, ഫ്രിക്ഷൻ, കോറിയോലിസ് ഫോഴ്സ്, ഈ 3 കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യും. സോ അപ്പോഴേക്കും ഈ 3 കാര്യങ്ങൾ, ഈ 4 പ്രഷർ ബെൽറ്റുകളെ കുറിച്ച് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സോ നമുക്ക് നിങ്ങൾ അത് പഠിച്ച് അടുത്ത ദിവസം നമുക്കിതിന്റെ ബാക്കി ഭാഗമായി കൊണ്ട് കാണാം.